നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഞങ്ങൾ അനുജന്മാർ അങ്ങയെ മുൻനിർത്തിക്കൊണ്ട് കൗരവന്മാരെ മുഴുവൻ തകർത്തെറിഞ്ഞ് ഈ ഭയങ്കരമായ അവമതിക്ക് പ്രതികാരം ചെയ്യും എന്നൊക്കെ പല പ്രകാരത്തിൽ ഭീമൻ പല സന്ദർഭങ്ങളിലായിട്ട് യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. ആ അവസരത്തിലെല്ലാം യുധിഷ്ഠിരൻ ഭീമനെ ശാന്തനാക്കും. ഭീമനോട് പറയും, അല്ലയോ ഭീമ, അത് പാടില്ല. കാര്യങ്ങളും കാരണങ്ങളുമെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഭീമനോട് പറയുന്ന ഒരു കാര്യം, ധർമ്മനിഷ്ഠയെക്കുറിച്ചെല്ലാം പറഞ്ഞു കേൾപ്പിക്കും. അതുമാത്രമല്ല, അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അല്ലയോ ഭീമ, നീ ഓർക്കണം, നീ വിചാരിക്കുന്ന പോലെ കൗരവന്മാരെ എളുപ്പത്തിൽ തോപ്പിച്ച് കളയാമെന്നൊന്നും കരുതരുത്. അവരുടെ കൂടെ ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കൃപനുണ്ട്, അശ്വത്ഥാമാവുണ്ട്. നാം വിചാരിക്കും പോലെ നിസ്സാരന്മാരല്ല. ഭീഷ്മനും ദ്രോണനും കൃപനുമെല്ലാം നമ്മളോടും അങ്ങേയറ്റം വാത്സല്യമുണ്ട്, യാതൊരു സംശയവും വേണ്ട. പക്ഷേ അവർ കടപ്പെട്ടിരിക്കുന്നു മഹാരാജാവിനോട്. അതുകൊണ്ട് ഉണ്ട ചോറിന് പ്രത്യുപകാരം അവർക്ക് ചെയ്തേ പറ്റൂ. അവർ നമുക്കെതിരെ യുദ്ധം ചെയ്യും. ആര് വിചാരിച്ചാൽ ഭീഷ്മനെ തോൽപ്പിക്കാനാകും? ഈ ലോകത്ത് ആര് വിചാരിച്ചാൽ ദ്രോണനെയും കൃപനെയും തോൽപ്പിക്കാനാകും? ആര് വിചാരിച്ചാൽ കർണനെ തോൽപ്പിക്കാനാകും? അശ്വത്ഥാമാവിനെ തോൽപ്പിക്കാനാകും? അതുകൊണ്ട് ഭീമ, നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഈ കാര്യം എന്നും യുധിഷ്ഠിരൻ പറയുന്നത് പല സന്ദർഭങ്ങളിൽ നിന്ന് നാം കേൾക്കും. ഈ അവസരത്തിൽ അവിടെ ആ വനത്തിൽ ഇവരുടെ സമീപത്തേക്കായിട്ട്, ദ്വൈതവനത്തിലാണ് ഈ അവസരത്തിൽ അവർ പാർക്കുന്നത്. ആ ദ്വൈതവനത്തിൽ അവരുടെ യുധിഷ്ഠിരൻ്റെയും ഭീമസേനൻ്റെയും സമീപത്തേക്ക് മറ്റ് പാണ്ഡവന്മാരും കൂടെയുണ്ട്. അവരെല്ലാം ആഗ്രഹിക്കുന്ന ആദരണീയനായിരിക്കുന്ന മഹാഗുരു വ്യാസഭഗവാൻ വന്നു ചേർന്നു. വ്യാസഭഗവാൻ ഇവർക്കെല്ലാവർക്കും ഗുരുവാണ്, ലോകത്തിന് മുഴുവൻ ഗുരു അദ്ദേഹം. അദ്ദേഹം മഹാഗുരുവാണ് എന്ന് ഈ പാണ്ഡവന്മാരെല്ലാവരും ആദരവോടുകൂടിയിട്ട് സ്വീകരിക്കുന്നു. എന്ന് മാത്രമല്ല, അവർ സ്വന്തം മുത്തച്ഛനാണ് അദ്ദേഹം എന്നും അറിഞ്ഞ് ആ പ്രകാരത്തിലും ആദരിക്കുന്നു. പാണ്ഡുവിൻ്റെ പിതാവാണല്ലോ വ്യാസഭഗവാൻ. അങ്ങനെ ഋഷിവര്യൻ അവിടെ വന്നു. തയോ സമ്പതയോരേവം തഥാ പാണ്ഡവയോർദ്വയോ. അങ്ങനെ ആ രണ്ട് പാണ്ഡവന്മാരും യുധിഷ്ഠിരനും ഭീമസേനനും ഈ പ്രകാരത്തിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരുടെ രണ്ടുപേരുടെയും മുന്നിലായിട്ട് ആജഗാമ മഹായോഗി വ്യാസ സത്യവതീ സുത. ആജഗാമ വന്നു ചേർന്നു. ആജഗാമ മഹായോഗിയായിരിക്കുന്ന വ്യാസൻ, സത്യവതിയുടെ മകൻ, അവരുടെ രണ്ടുപേരുടെയും അടുക്കൽ വന്നു ചേർന്നു. വ്യാസഭഗവാൻ അങ്ങനെയാണ്. എവിടെ ആണോ ആർക്കാണോ ജ്ഞാനോപദേശം വേണ്ടത്, ആർക്കാണോ ശരിയായ മാർഗം കാട്ടിക്കൊടുക്കേണ്ടത്, അവിടെ അദ്ദേഹം എത്തിച്ചേരും. അത് ദുര്യോധനൻ്റെ ആവശ്യത്തിനായാലും ശരി, ദുര്യോധനൻ്റെ മുന്നിൽ ചെല്ലും അദ്ദേഹം. അദ്ദേഹത്തിന് ദുര്യോധനനും യുധിഷ്ഠിരനും തമ്മിൽ യാതൊരു ഭേദവുമില്ല. രണ്ടുപേരും തൻ്റെ കൊച്ചുമക്കൾ തന്നെ, തുല്യരാണ്. പക്ഷേ രണ്ടുപേരും രണ്ട് പ്രകാരത്തിലുള്ള സ്വഭാവത്തോടു കൂടിയവരാണ്. അതാണ് വ്യാസൻ ഈ കഥയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്.
കഥ എഴുതിയയാളും കഥ നിർമ്മിച്ചയാളും വ്യാസൻ, കഥയിലെ കഥാപാത്രവും വ്യാസൻ, അതും കേന്ദ്ര കഥാപാത്രവും വ്യാസൻ, ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളുടെയെല്ലാം പിതാവും പിതാമഹനും വ്യാസൻ. അത്ഭുതകരമായിരിക്കുന്ന പ്രപഞ്ചസ്വരൂപമാണ് ഇവിടെ വ്യാസൻ ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പ്രകാരത്തിൽ വ്യാസന് ഇവരോടെല്ലാവരോടുമുള്ളതായ ബന്ധം പരമാത്മാവിന് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവരാശിയോടും ജീവനില്ലാത്ത വസ്തുക്കളോടുമുള്ളതായ ബന്ധമാണ്. വ്യാസൻ പരമാത്മാവാണ്. പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് നമ്മളെല്ലാവരും. അതിനാൽ ലോകം ഒരു കുടുംബമാണ്. നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യാനുള്ളവരല്ല, പരസ്പരം വിദ്വേഷിക്കാനും പരസ്പരം നശിപ്പിക്കാനുമുള്ളവരല്ല. പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് ജീവിതത്തെ സത്കർമ്മങ്ങളാൽ ധന്യരാക്കേണ്ടവരാണ്. ഇതാണ് വ്യാസൻ ഈ കഥയിലൂടെ കാണിച്ചു തന്നത്. എല്ലാവരും ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ, പരമാത്മാവിൻ്റെയും അതേപോലെ മൂലപ്രകൃതിയുടെയും സന്താനങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്തവും. അതാണ് വ്യാസൻ്റെ മക്കളായിട്ട് ഈ ആസുരി സമ്പന്നരെയും ദൈവീ സമ്പന്നരെയും ഒക്കെ കൃത്യമായിട്ട് വ്യാസൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. അങ്ങനെ രണ്ടുപേരുടെ പക്ഷത്തും അദ്ദേഹം എത്തിച്ചേരും. അബദ്ധം പിണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വേണ്ടുന്ന ഉപദേശം കൊടുക്കാൻ വേണ്ടി. ദുര്യോധനാദികൾ സ്വീകരിക്കില്ല, പാണ്ഡവാദികൾ സ്വീകരിക്കും എന്നാണ് അവർ തമ്മിലുള്ളതായ വ്യത്യാസം. അങ്ങനെ അവർക്ക് ശരിയായ മാർഗം കാട്ടിക്കൊടുക്കാൻ വേണ്ടി സത്യവതിയുടെ പുത്രനായിരിക്കുന്ന വ്യാസൻ ആജഗാമ മഹായോഗിയായിരിക്കുന്ന വ്യാസൻ. ഇവിടെ മഹായോഗി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ബ്രഹ്മസ്വരൂപനായ എന്നർത്ഥം. യോഗി എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മസ്വരൂപൻ എന്നാണ്. ജീവാത്മാവ്, തൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവും പ്രപഞ്ചാത്മാവായിരിക്കുന്ന പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് അനുഭവിച്ചറിഞ്ഞയാളാണ് യോഗി. അങ്ങനെയുള്ള യോഗികളുടെ കൂട്ടത്തിൽ വെച്ച് മഹായോഗി ലോകഗുരുവായിരിക്കുന്ന വ്യാസൻ എത്തിച്ചേർന്ന അവസരത്തിൽ അദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും പാണ്ഡവന്മാർ വളരെയേറെ സന്തോഷിച്ചു. അവർ അദ്ദേഹത്തെ യഥായോഗ്യം നമസ്കാരങ്ങളോടുകൂടിയിട്ട് പൂജയോടുകൂടിയിട്ട് സ്വീകരിച്ചു. അവർ നൽകിയതായ സമർപ്പിച്ചതായ അർഘ്യപാദ്യാദികളെല്ലാം സ്വീകരിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് വ്യാസഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര മഹാബാഹോ വേദ്മിതേ ഹൃദയസ്ഥിതം. അല്ലയോ മഹാബാഹുവായ യുധിഷ്ഠിര, നിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിന്തകൾ എന്താണോ അത് ഞാൻ ഭംഗിയായി അറിയുന്നു. എങ്ങനെയാണ് യുധിഷ്ഠിരൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്തകളെ വ്യാസൻ അറിയുക? ഈ ലോകത്തിൽ എല്ലാറ്റിൻ്റെയും ഉള്ളിലിരിക്കുന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവാണ് വ്യാസൻ. പരമാത്മാവ് മനുഷ്യരൂപത്തിൽ നിൽക്കുന്നു, അതാണ് വ്യാസൻ. അതുകൊണ്ടാണ് വ്യാസൻ്റെ ജനനകഥ വ്യാസൻ പറയുന്നിടത്ത് തന്നെ വ്യാസൻ വ്യക്തമാക്കി കാണിച്ചത്. എന്താ, ജനിച്ച മാത്രയിൽ യൗവനത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം തപസ് ചെയ്യാൻ അമ്മയുടെ അനുവാദവും വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. ജനിച്ച മാത്രയിൽ ഈ ലോകത്തിൽ ആരെങ്കിലും യൗവനത്തിലേക്ക് പ്രവേശിക്കുമോ? ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. അതാണ് വ്യാസൻ ബ്രഹ്മസ്വരൂപനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഥയാണത്. അതാണ് മഹായോഗി എന്ന് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ മഹായോഗി യുധിഷ്ഠിരൻ്റെയും ഉള്ളിലിരിക്കുന്നു, നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്നു. നാം ചിന്തിക്കുന്നതെല്ലാം കാണുന്നയാൾ വ്യാസനാണ്, പരമാത്മാവാണ്. അതാണ് വ്യാസൻ പറഞ്ഞത്, അല്ലയോ മഹാബാഹോ. ഈ സംബോധനയ്ക്കും അർത്ഥമുണ്ട്. ആദ്യ സംബോധന ചെയ്തത് മഹാബാഹോ എന്നാണ്. കരുത്തുറ്റ കരങ്ങളോടുകൂടിയവനെ, ബലമുള്ള കരങ്ങളോടുകൂടിയവനെ, യുദ്ധവീരനായിട്ടുള്ളവനെ, നിൻ്റെ ഹൃദയത്തിൽ എന്താണോ ഇരിക്കുന്ന ആ ചിന്ത, അതൊരു ഭയരൂപമായ ചിന്തയാണ്. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വേദ്മി, ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് എൻ്റെ ആ തപസ്സുകൊണ്ടാണ്, സൂക്ഷ്മദൃഷ്ടി കൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത്. നീ ഭീഷ്മരെ ഭയക്കുന്നു. ഭീഷ്മാത് ദ്രോണാത് കൃപാത് കർണാത് ദ്രോണപുത്രാച്ച ഭാരത. ഇവരിൽ നിന്നെല്ലാം നീ ഭയക്കുന്നു.
ആ ഭയമാണ് നിന്നെ പല കാര്യങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ഈ ഭയം നീ കൊണ്ടു നടക്കാൻ പാടില്ല. ഭയം താമസഗുണത്തെ വർദ്ധിപ്പിക്കും. അത് മനുഷ്യനെ ബദ്ധനാക്കി കളയും. ഭയത്തെ ഉപേക്ഷിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ സാത്വിക ഗുണം വർദ്ധിച്ചു വരുള്ളൂ. അതുകൊണ്ട് യുധിഷ്ഠിരൻ്റെ മനസ്സിൽ ഭീഷ്മാദികളെ ആസ്പദമാക്കി നിറഞ്ഞു നിൽക്കുന്നതായ ഭയത്തെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് അവിടെ വ്യാസഭഗവാൻ എത്തിച്ചേർന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, യത്തേ ഭയം അമിത്രഘ്ന ഹൃദി സമ്പ്രതി വർത്തതേ. അല്ലയോ അമിത്രഘ്ന, ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുന്നവനെ. ആ സംബോധനയും വളരെ അർത്ഥവത്താണ്. നിന്റെ ഹൃദയത്തിൽ ഭീഷ്മാദികളെക്കുറിച്ച് ഏതു പ്രകാരത്തിലുള്ളതായ ഭയമാണോ നിലനിൽക്കുന്നത്, തത് തേഹം നാശയിഷ്യാമി വിധിദൃഷ്ടേന കർമ്മണ. നിന്റെ ആ ഭയത്തെ വേണ്ടുന്ന പ്രകാരത്തിൽ ഞാൻ പൂർണ്ണമായും ഇല്ലാതാക്കുന്നുണ്ട്. നിന്റെ ഉള്ളിൽ നിന്നിട്ട് ഭയം പോകണം. നീ ഭയക്കാനുള്ളവനല്ല, നീ മഹാബാഹുവാണ്. കരുത്തുറ്റ കരങ്ങളോടുകൂടിയവനാണ്, യുദ്ധവീരനാണ് നീ. എന്ന് മാത്രമല്ല അമിത്രഘ്നനാണ്, ശത്രുക്കളെല്ലാം ധ്വംസിക്കുന്നവനാണ്. അങ്ങനെയുള്ളവനായ നീ ഭയക്കാനുള്ളവനല്ല, നീ ക്ഷത്രിയനാണ്, ലോകത്തെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ളവനാണ്. അങ്ങനെയുള്ളവനായ നീ ഭയക്കാനുള്ളവനല്ല. ഭയക്കുന്നു കൊണ്ടിരുന്നാൽ നിനക്കെങ്ങനെ മറ്റുള്ളവരെ ആപത്തിൽ നിന്നിട്ട് രക്ഷിക്കാനാകും? നീ ഭയക്കാനുള്ളവനല്ല. ഈ ഭയത്തെ നീ ഹൃദയത്തിൽ നിന്ന് ദൂരീകരിക്കണം. ഭീഷ്മനോടായാലും ദ്രോണനോടായാലും കൃപനോടായാലും കർണനോടായാലും നിനക്ക് ഭയം പാടില്ല. ഈ ലോകത്തിൽ ഒന്നിനെയും നീ ഭയക്കരുത്. ആത്മജ്ഞാനത്തിന് വിപരീതമായി നിൽക്കുന്നത് ഭയമാണ്. നേരത്തെ രാജാവായിരിക്കുന്ന ജനകൻ ശുഖബ്രഹ്മർഷിയോട് പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. ആരെ കണ്ടിട്ടാണോ ആരും ഭയക്കാത്തത്, ആരാണോ മറ്റാരെയും ഭയപ്പെടുത്താത്തത്, അവൻ ബ്രഹ്മജ്ഞൻ ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന്. നോക്കണം, അത് തന്നെയാണ് ഇവിടെ കേൾക്കുന്നത്. അതാണ് ഇവിടെ യാതൊരു വൈരുദ്ധ്യവുമില്ല. അതാണ് അമിത്രഘ്നനായ നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ഭയത്തെ ഞാൻ ദൂരീകരിക്കുന്നുണ്ട്. അത് നീ ചെയ്യേണ്ടതായ കർത്തവ്യം ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. നിനക്ക് ശ്രേയസ്സിനുള്ള സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശ്രേയസസ്തേ പരകാലഃ പ്രാപ്തോ ഭരതസത്തമ. നീ ഭരതസത്തമനാണ്, ഭരതവംശത്തിൽ വച്ചിട്ട് ശ്രേഷ്ഠനായിട്ടുള്ള മഹാപുരുഷനാണ്. നീ നിസ്സാരനല്ല, നീ ദുർബലനല്ല. പലരും കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്താറുണ്ട്. അരുത്, പാടില്ല. കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തരുത്. പലരും കുഞ്ഞുങ്ങളെ വഴക്ക് പറയുമ്പോഴേക്കും നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അരുത്, പാടില്ല. പിന്നെയോ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആത്മബോധം, ആത്മധൈര്യം വളർത്തണം. അതുകൊണ്ടാണ് ഭരതസത്തമ എന്നുള്ള സംബോധന. നീ ഭരതവംശത്തിൽ പിറന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് വളരെയേറെ ശ്രേഷ്ഠനാണ്. ഭരതവംശത്തിൽ പിറന്ന രാജാക്കന്മാരെല്ലാം അത്ഭുത കർമ്മങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്തവരാണ്. നീ അവരുടെ കൂട്ടത്തിൽ വെച്ച് ശ്രേഷ്ഠനാണ്. യുധിഷ്ഠിരൻ്റെ ഹൃദയത്തിൽ ആ ആത്മവിശ്വാസത്തെ ഈ സംബോധനകൾ കൊണ്ട് തന്നെ വ്യാസൻ വരുത്തുകയാണ്. ഇതെല്ലാം മനഃശാസ്ത്രപരമായിരിക്കുന്ന ഒരു ചികിത്സയാണ്. മനഃശാസ്ത്രം ഉണ്ടായത് ഭാരതത്തിലാണ്. ഭാരതത്തിലെ വേദമന്ത്രങ്ങളും ഉപനിഷൽ മന്ത്രങ്ങളുമാണ് മനഃശാസ്ത്രം. അതിനേക്കാളും വലിയ മനഃശാസ്ത്രമില്ല. യൂറോപ്പ് ഇതിനെക്കുറിച്ച് അല്പമൊക്കെ പഠിച്ചിട്ട് പല മാർഗങ്ങളിലൂടെ നടന്നു നോക്കുന്നു. അവർ മനഃശാസ്ത്രം പൂർണ്ണമായും ഗ്രഹിച്ചിട്ടില്ല, അല്പം പോലും ഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ ഓരോരുത്തരുടെയും മനഃശാസ്ത്രം ഫ്രോയിഡിൻ്റെയും യുങ്ങിൻ്റെയും ലെക്കാൻ്റെയും ഒക്കെ മനഃശാസ്ത്രം പിന്നീട് ഖണ്ഡിക്കപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഫ്രോയിഡിനെ യുങ് ഖണ്ഡിക്കുന്നുണ്ട്, യുങ്ങിനെ ലെക്കാൻ ഖണ്ഡിക്കുന്നുണ്ട്. എങ്ങും അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. എന്നാൽ ഭാരതം സമ്പൂർണ്ണ മനഃശാസ്ത്രം നമുക്ക് നൽകി. അതാണ് ഈ വേദാന്തശാസ്ത്രം. അത് ജീവിതത്തിൽ പ്രായോഗിക പദത്തിൽ കൊണ്ടുവരുന്നതും ഈ കഥകളിൽ കൂടി കാണിച്ചു തരികയാണ്. കരുത്ത് പകരുന്നതായ ഉപദേശവും സംഭാഷണവും വേണം. മുതിർന്ന ആളുകൾക്ക്
മറ്റുള്ളവരോട് ഉണ്ടാകേണ്ടത്. അല്ലയോ ഭരതസത്തമ, ഇപ്പോൾ നീ കഷ്ടകാലത്തിൽ പെട്ടു നിൽക്കുന്നു എന്ന് കരുതിയിട്ടാണല്ലോ നിൻ്റെ ദുഃഖം. വേണ്ട. ശ്രേയസസ്തേ പരക്കാലപ്രാപ്ത, നിനക്ക് ശ്രേയസ്സുണ്ടാകാനുള്ള മഹനീയമായ കാലം, സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. നിൻ്റെ നല്ല സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്തിൽ നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. എല്ലാ വിജയങ്ങളും നിന്നിലേക്ക് വരും. അതിനാൽ മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിൽ തൻ്റെ ഇടം ഉറപ്പിക്കുക. നീ ഭയക്കാനുള്ളവനല്ല, അതിനുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസഭഗവാൻ യുധിഷ്ഠിരൻ്റെ ഹൃദയത്തിൽ തൻ്റെ ഇടം നിറയ്ക്കുന്നു. ഇത് യുധിഷ്ഠിരന് മാത്രം കൊടുത്ത ഉപദേശമല്ല, പിന്നെയോ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം കൂടിയാണ്. ലോകത്തിലുള്ള എല്ലാ ജീവരാശിക്കും കൊടുത്തിരിക്കുന്ന ഉപദേശമാണിത്. നിനക്ക് കഷ്ടകാലമൊന്നുമില്ല. നീ യഥായോഗ്യം ശാസ്ത്രീയമായിട്ട് വേദാന്ത ശാസ്ത്രം മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കിയിട്ട് നീ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ കാലം നിനക്ക് അനുകൂലമായി നിൽക്കും. നിനക്ക് വിജയത്തിൻ്റെ കാലം സമാഗതമായി തീരും. അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു അത്. ഇന്ന് ഭാരതം വിജയത്തിൻ്റെ സന്ദർഭത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ മുന്നിൽ അത്ഭുതങ്ങൾ രചിച്ചുകൊണ്ട്, ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിലായാലും സമ്പത്തിൻ്റെ മണ്ഡലത്തിലായാലും സൈനിക ശക്തിയുടെ മണ്ഡലത്തിലായാലും, അതേപോലെ തന്നെ മരുന്നുകൾ കണ്ടെത്തിയിട്ട് ലോകത്തിൽ എല്ലായിടവും കൊണ്ടെത്തിച്ച് ലോകത്തെ രക്ഷിക്കുന്ന കാര്യത്തിലായാലും നാം അത്ഭുതങ്ങൾ കരുത്തോടുകൂടി ചെയ്തുകൊണ്ട് ലോകഹിതാർത്ഥം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുള്ള കരുത്ത് നമുക്കുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നമ്മിൽ വളരുന്നു. ഈ ആത്മവിശ്വാസം വളർത്തുന്ന വാക്കുകളും ആ ആത്മവിശ്വാസം വളർത്തുന്ന പ്രവൃത്തികളുമാണ് വേണ്ടത്. അതാണ് വ്യാസൻ ഇവിടെ ചെയ്യുന്നത്. നാളെ നമുക്ക് വ്യാസൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും അതനുസരിച്ചുള്ള യുധിഷ്ഠിരൻ്റെ പ്രവൃത്തിയും നമുക്ക് കാണുവാനായി സാധിക്കും. മഹാഭാരതത്തിലെ വനപർവ്വത്തിലുള്ള അത്ഭുതകരമായിരിക്കുന്ന ഭാഗങ്ങളാണിത്. നാളെ രാത്രി 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. എല്ലാ ബന്ധുജനങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും ഗീതാഭാരതം എന്നുള്ള നമ്മുടെ ഈ ക്ലാസ്സിനെക്കുറിച്ച് അറിയിക്കണം, എല്ലാവരും എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഗുരുനാഥൻ്റെ പാദങ്ങളിലും വ്യാസഭഗവാന്റെ പാദങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുക്കന്മാരുടെ പാദങ്ങളിലും എൻ്റെ വാക്കുകളെ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.